എല്ലാവർക്കും അറിയാം കോമേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോമേഴ്സിൽ ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും ഉൾപ്പെടുന്നു എന്ന് പഠിച്ചു. അതിൽ ട്രേഡിനെ കുറിച്ചും വിവിധ തരം ട്രേഡുകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ട്രേഡിനെ സഹായിക്കുന്ന ഓക്സിലറീസ് ടു ട്രേഡ് എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. ഇന്നത്തെ ടോപ്പിക് ഓക്സിലറീസ് ടു ട്രേഡ്. കോമേഴ്സിൻ്റെ അവിഭാജ്യ ഘടകമായ ട്രേഡ് അഥവാ വ്യാപാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി ശരിയായ രീതിയിൽ ട്രേഡ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നും അവയെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന വിവിധ സേവനങ്ങൾ എന്തൊക്കെയാണെന്നും പഠിക്കാം. ഓക്സിലറീസ് ടു ട്രേഡ് അഥവാ വ്യാപാര അനുബന്ധ പ്രവർത്തനങ്ങൾ. Activities which are meant for assisting trade are known as auxiliaries to trade. These activities are generally referred to as services because these are in the nature of facilitating the activities relating to industry and trade. വ്യാപാരത്തെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് വ്യാപാരത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളായി കണക്കാക്കാം. സാധാരണയായി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വ്യവസായങ്ങൾക്കും അതുപോലെ വ്യാപാരങ്ങൾക്കും വിവിധ തരത്തിലുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ്. These activities help in removing various hindrances which arise in connection with the production and distribution of goods. These activities facilitate movement, storage, financing, risk coverage and sales promotion of goods. എന്നുവെച്ചാൽ ഇവ സാധനങ്ങളുടെ ഉൽപ്പാദനവും അതുപോലെ വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ചലനം, സംഭരണം, ധനസഹായം, നഷ്ടലഘൂകരണം എന്നിവയും അതുപോലെ തന്നെ ചരക്കുകളുടെ വിൽപ്പന പ്രോത്സാഹനവുമൊക്കെ സാധ്യമാക്കുന്നു. ഇനി നമുക്ക് ഓക്സിലറീസ് ടു ട്രേഡിൽ ഉൾപ്പെടുന്ന വിവിധ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഗതാഗതവും വാർത്താവിനിമയവും. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ജനറലി ടേക്സ് പ്ലേസ് ഇൻ പെർട്ടിക്കുലർ ലൊക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, ടീ ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഇൻ ആസാം, ബട്ട് ദീസ് ഗുഡ്സ് ആർ റിക്വയർഡ് ഫോർ കൺസംഷൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. The obstacle of place is removed by transport through road, rail or coastal shipping. സാധാരണയായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഒരു സ്ഥലത്താണെങ്കിലും അവയുടെ ഉപഭോഗം നടക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിരിക്കും. ഉദാഹരണത്തിന് ചായപ്പൊടിയുടെ കാര്യത്തിൽ പ്രധാനമായും അവ നിർമ്മിക്കപ്പെടുന്നത് ആസാമിലാണ്. റോഡ്, റെയിൽ, സമുദ്ര ഗതാഗതങ്ങളിലൂടെ സ്ഥലം എന്ന തടസ്സത്തെ നീക്കം ചെയ്യാൻ സാധിക്കുന്നു. Transport facilitates movement of raw material to the place of production and the finished product from factories to the place of consumption. എന്നുവെച്ചാൽ അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ ഉൽപ്പന്നങ്ങൾ ഉപഭോഗത്തിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും ഗതാഗതം സഹായിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ അഥവാ വാർത്താവിനിമയം. Along with the transport facility, there is also a need for communication facilities. ഗതാഗതത്തോടൊപ്പം തന്നെ കച്ചവടത്തെ സഹായിക്കുന്നതിനായി വാർത്താവിനിമയ സൗകര്യങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഇറ്റ് ഹെൽപ്സ് ദ പ്രൊഡ്യൂസേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ വിത്ത് വൺ അനദർ. അതായത് ആശയവിനിമയം ഉൽപ്പാദകർക്കും വ്യാപാരികൾക്കും അതുപോലെ ഉപഭോക്താക്കൾക്കുമൊക്കെ ഇടയിൽ പരസ്പരം വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു. Thus, postal services, telephone facilities and internet may also be regarded as auxiliaries to business activities. എന്നുവെച്ചാൽ ടെലിഫോൺ സൗകര്യങ്ങൾ, തപാൽ സേവനങ്ങൾ, ഇൻ്റർനെറ്റ് തുടങ്ങിയ ഉപാധികളെയൊക്കെ നമുക്ക് ബിസിനസ് അനുബന്ധ പ്രവർത്തനങ്ങളായി കണക്കാക്കാം. സെക്കൻഡ് വൺ ഈസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അതായത് ബാങ്കിങ്ങും ധനകാര്യവും. Business activities need funds for acquiring assets, purchasing raw materials, and meeting other expenses. Funds can be obtained by businessmen from a bank in the form of overdraft, cash credit facilities, loans and advances, etc.
ബിസിനസ്സിന് ആവശ്യമായ ആസ്തികൾ സ്വന്തമാക്കുന്നതിനും അതുപോലെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനുമൊക്കെ പണം ആവശ്യമാണ്. ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന പണം ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, അതുപോലെ വിവിധ തരം വായ്പകൾ എന്നിവയുടെയൊക്കെ രൂപത്തിൽ ബാങ്കുകൾ ലഭ്യമാക്കുന്നു. Thus, banking helps business firms to overcome the problem of finance. ബാങ്കുകൾ പണം എന്ന തടസ്സത്തെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. Banks also undertake collection of checks, remittance of funds to different places, and discounting of bills on behalf of traders. അതായത് ബാങ്കുകൾ വ്യാപാരികൾക്കായി അവരുടെ ബില്ലുകൾ ഡിസ്കൗണ്ടിങ് ചെയ്യുക, ചെക്കുകൾ കളക്ട് ചെയ്യുക, അതുപോലെ വിതരണക്കാർക്കുള്ള പണത്തിൻ്റെ വിനിമയം നടത്തുക തുടങ്ങി ഒട്ടേറെ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇൻ ഫോറിൻ ട്രേഡ്, കൊമേഴ്സ്യൽ ബാങ്ക്സ് ഹെൽപ്സ് എക്സ്പോർട്ടേഴ്സ് ഇൻ കളക്ടിങ് മണി ഫ്രം ഇമ്പോർട്ടേഴ്സ്. അതുപോലെ വിദേശ വ്യാപാരത്തിൽ ഇറക്കുമതിക്കാരിൽ നിന്ന് പണം പിരിച്ചെടുത്ത് അത് കയറ്റുമതിക്കാർക്ക് നൽകിയുമൊക്കെ ബാങ്കുകൾ ബിസിനസ് സമൂഹത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട്. Third one is insurance. Business involves various types of risks. Damages to the assets, earthquake, fire, theft, and damage to the goods held in storage and transit are common in all business. Security of staff is also a major problem. മൂന്നാമത്തെ ഓക്സിലറി സേവനമാണ് ഇൻഷുറൻസ്. എല്ലാ ബിസിനസ്സും നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. ആസ്തികൾക്കുണ്ടാകുന്ന നാശം, ഭൂമികുലുക്കം, അഗ്നിബാധ, മോഷണം, അതുപോലെ സംഭരിച്ച വസ്തുക്കൾ കേടാവുക തുടങ്ങിയ നഷ്ടങ്ങൾ ബിസിനസ്സിൽ സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ ജീവനക്കാരുടെ സുരക്ഷയും ഒരു പ്രധാന പ്രശ്നമാണ്. ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഇൻ ഓൾ സച്ച് കേസസ്. ഇൻഷുറൻസ് കമ്പനീസ് അണ്ടർടേക്ക് ഓൾ ദീസ് റിസ്ക്സ് ബൈ റിസീവിംഗ് എ നോമിനൽ പ്രീമിയം. അതായത് വിവിധ തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് ഇൻഷുറൻസ് എന്ന അനുബന്ധ പ്രവർത്തനം ബിസിനസ്സിനെ വളരെയധികം സഹായിക്കുന്നു. വളരെ ചെറിയ ഒരു പ്രീമിയം സ്വീകരിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ ഈ നഷ്ടങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. ഫോർത്ത് വൺ ഈസ് വെയർഹൗസിംഗ് അഥവാ സംഭരണം. യൂഷ്വലി ഗുഡ്സ് ആർ നോട്ട് സോൾഡ് ഓർ കൺസ്യൂംഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ. They are held in stock to make them available as and when required. Special arrangement must be made for the storage of goods to prevent loss or damage. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ഉടൻ തന്നെ പൂർണ്ണമായി വിറ്റുതീരണമെന്നില്ല. അവ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ആവശ്യമുള്ള സമയത്ത് വിതരണം ചെയ്യുകയും വേണം. അതിനായി ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനായി പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. Warehousing helps business firms to overcome the problem of storage and facilitates the availability of goods when needed. It removes the hindrance of time. അതായത് ചരക്കുകൾ സൂക്ഷിച്ചു വയ്ക്കുക എന്ന പ്രശ്നത്തെ മറികടക്കാൻ സംഭരണം ബിസിനസ് സ്ഥാപനങ്ങളെ സഹായിക്കുകയും ആവശ്യമുള്ളപ്പോൾ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സംഭരണം സമയം എന്ന തടസ്സത്തെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. The last point is advertising അഥവാ പരസ്യം ചെയ്യൽ. Advertising helps in providing information about available goods and services and inducing customers to buy particular items. എന്നുവെച്ചാൽ വിപണിയിൽ ലഭ്യമായ ചരക്കുകളെയും സേവനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനും അതുപോലെ പ്രത്യേക ഇനങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നതിനും പരസ്യം സഹായിക്കുന്നു. Advertising is one of the most important methods of promoting the sale of the products, particularly consumer goods. It helps to remove the hindrance of knowledge. അതായത് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവയെ പറ്റിയുള്ള വിവരങ്ങൾ എത്തിക്കുന്നതിനും അതുപോലെ വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനും പരസ്യങ്ങൾ സഹായിക്കുന്നു. പരസ്യം ചെയ്യൽ അറിവ് എന്ന തടസ്സം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഓക്സിലറീസ് ടു ട്രേഡിൽ ഉൾപ്പെടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നമുക്ക് ഓർത്തു നോക്കാം. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ്. ഇനി നമുക്ക് ഒരു ചാർട്ടിൻ്റെ സഹായത്തോടു കൂടി വിവിധ തരം ബിസിനസ് പ്രവർത്തനങ്ങളായ ഇൻഡസ്ട്രി, കോമേഴ്സ്, വിവിധ തരം ഇൻഡസ്ട്രീസ്, കോമേഴ്സിൽ വിവിധ തരം ട്രേഡുകൾ, ഓക്സിലറീസ് ടു ട്രേഡ് എന്നിവയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം.